നന്ദന. രചന കനൽ. അവതരണം സിദ്ധി. പൂരപ്പറമ്പിലെ കച്ചവടക്കാരിൽ നിന്നും മോൾക്കിഷ്ടപ്പെട്ടവ വാങ്ങി നൽകി ലേഖയുടെ അടുത്തേക്ക് തിരിച്ചു നടക്കുന്നതിടയിലാണ് ആമുഖം കണ്ണിലുടക്കിയത്. ഒരു നിമിഷം കാലുകൾ ചലിക്കുവാൻ മറന്നുപോയി. ചുണ്ടുകൾ മന്ത്രിച്ചു. നന്ദന. പെട്ടെന്നുണ്ടായ ഞെട്ടലിൽ നിന്നും ഉണർന്ന് അവിടെ നിന്നും ലേഖയുടെ അടുത്തേക്ക് നടക്കുമ്പോഴും മനസ്സും ശരീരവും വിറക്കുകയായിരുന്നു. എന്റെ മുഖത്തെ പരിഭ്രമം കണ്ട് എന്തു പറ്റിയെന്ന് പുരികം കൊണ്ടുള്ള ലേഖയുടെ ചോദ്യത്തിന് ഒന്നുമില്ലെന്ന് കണ്ണുകൾ ഇറുക്കി കാണിച്ചു. പതിയെ കണ്ണുകൾ നന്ദന എന്നിടത്തേക്ക് ചലിപ്പിച്ചു. കയ്യിലുള്ള കുട്ടിക്ക് പൂരക്കാഴ്ചകൾ കാണിച്ചു കൊടുക്കുന്ന തിരക്കിലായിരുന്നു അവൾ. കാലം വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല അവളിൽ. കുസൃതി കാട്ടി നടന്നിരുന്ന പെൺകുട്ടിയിൽ നിന്നും പക്വതയുള്ള വീട്ടമ്മയിലേക്ക് എന്നല്ലാതെ കാലത്തിന്റെ ഒഴുക്കിൽ പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ നല്ല പാതിയാകേണ്ടിയിരുന്നവൾ. വീടിനടുത്തുള്ള അമ്പലനടയിൽ വെച്ചാണ് ഞാൻ ആദ്യമായി നന്ദനയെ കാണുന്നത്. സ്വയം മറന്ന് അവൾ നൃത്തം ചെയ്യുമ്പോൾ ആ വരികളെല്ലാം അവളുടെ നൃത്തത്തിനായി മാത്രം എഴുതപ്പെട്ടവയാണെന്ന് തോന്നിപ്പോയി. അത്രയും മനോഹരമായിരുന്നു അവളുടെ ഓരോ മുദ്രകളും ചലനങ്ങളും. അവിടെയുണ്ടായിരുന്ന കാണികളെയെല്ലാം പോലെ എന്നെയും അവൾ പെർഫോമൻസ് നിശബ്ദമാക്കി പിടിച്ചിരുത്തി. ഡാൻസിന് ശേഷം അഭിനന്ദിക്കാമെന്ന വ്യാജേനെ അവളോടൊന്ന് സംസാരിക്കാനാണ് ഞാൻ ബാക്ക് സ്റ്റേജിലേക്ക് പോയത്. എന്നാൽ അവിടെ അവളുടെ അടുത്തേക്ക് എത്തുക എന്നത് അസാധ്യമായിരുന്നു. അത്രയ്ക്കുണ്ടായിരുന്നു അവൾക്കല്ലെങ്കിൽ അവളുടെ നൃത്തത്തിന് ആരാധകർ. കുറച്ചുനേരം അവളെ അകലെ നിന്നും നോക്കിയതിനു ശേഷം ഒരു കുസൃതി ചിരിയുമായി നടന്നു നീങ്ങുമ്പോഴേക്കും അവളും അവളുടെ ചുവടുകളും എന്റെ മനം കവർന്നിരുന്നു. പിന്നീട് അവളെ കാണുന്നത് കൂട്ടുകാരന്റെ നാട്ടിലെ അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോൾ ആയിരുന്നു. അന്നും അവളുടെ ചുവടുകളും വാലിട്ടെഴുതിയ വലിയ കണ്ണുകളും എന്നെ അവിടെ ഏറെ നേരം പിടിച്ചു നിർത്തി. അമ്പല കമ്മിറ്റിയിൽ കൂട്ടുകാരൻ ഉണ്ടായത് കൊണ്ട് അവളുടെ പേരും ഡാൻസ് സ്കൂളിന്റെ അഡ്രസ്സും കിട്ടി. അത് വെച്ചായിരുന്നു പിന്നീട് എന്റെ യാത്രകൾ. പിന്നീട് ഞാൻ അവളുടെ വേദികളുടെ സ്ഥിരം ആസ്വാദകനും പതിയെ പതിയെ അവളുടെ ഫോട്ടോ എന്റെ വാൾപേപ്പറുമായി. മഴ കാരണം അന്ന് അവളുടെ ഡാൻസ് ഉണ്ടായിരുന്നിടത്തേക്ക് എത്താൻ വൈകി. ഓടിപ്പിടിഞ്ഞ് എത്തുമ്പോൾ കണ്ടത് അവൾ വന്ദനം പറഞ്ഞു മടങ്ങുന്നതാണ്. ഒരു നിമിഷത്തേക്ക് മനസ്സ് മൂകമായി. പിന്നെ ഉൾവിളി വന്നപ്പോൾ കാലുകൾ ബാക്ക് സ്റ്റേജിലേക്ക് ചലിച്ചു. അവിടെ എത്തി നന്ദനെ തിരഞ്ഞ കണ്ണുകളിൽ തടഞ്ഞത് എന്റെ നേരെ നടക്കുന്ന മറ്റൊരു പെൺകുട്ടിയായിരുന്നു. ഒന്നുകൂടെ ചുറ്റും കണ്ണോടിച്ചപ്പോൾ കുറച്ചകലെ ഞങ്ങളെ നോക്കി നിൽക്കുന്ന നന്ദനെ കണ്ടു. കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഓർത്തതേ ഉള്ളൂ. എന്തു പറ്റി? നേരം വൈകിയല്ലോ എന്ന് അടുത്തു വന്നിരുന്ന ആ കുട്ടി ചോദിച്ചപ്പോൾ പെട്ടെന്നുണ്ടായ പരിഭ്രമത്തിൽ കയ്യിലുണ്ടായിരുന്ന ഫോൺ നിലത്തേക്ക് വീണു. എന്താ ചേട്ടാ, വാൾപേപ്പർ വരെ എത്തിയല്ലോ, എന്താണ് ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ എന്റെ മുഖത്ത് നിഴലിച്ച സംശയങ്ങൾ മാറ്റാൻ അവൾ നന്ദനയുടെ ഫ്രണ്ടാണെന്ന് പരിചയപ്പെടുത്തി. മീശ പിരിച്ച് കള്ളച്ചിരിയോടെ നിന്റെ ഫ്രണ്ടിനെ താലി കെട്ടി കൂടെ കൂട്ടാനാണ് ഉദ്ദേശം എന്ന് പറയണമെന്നുണ്ടെങ്കിലും അവളുടെ ഒരുമാതിരിയുള്ള ചോദ്യം ചെയ്യലിൽ പുറത്തു വന്നത് എന്റെ കണ്ണുകളും കുറച്ച് കാറ്റും മാത്രമായി. ചുമ്മാ നേരം പോക്കായിരുന്നല്ലേ, അതാണ് ഇങ്ങനെ ബബബ അടിച്ചു നിൽക്കണേ എന്നും പറഞ്ഞ് അവൾ തിരിഞ്ഞടക്കുമ്പോൾ നോക്കിയിരുന്ന നന്ദനയുടെ ഭാവം മാറുന്നത് ഞാൻ കണ്ടു. എന്റെ അടുത്തു നിന്നും അവൾ തിരിച്ച് നന്ദനയുടെ അടുത്ത് എത്തിയിട്ടും എന്റെ സൗണ്ട് ആരോ തൊണ്ടയിൽ പിടിച്ചു വെച്ച പോലെ ആയിരുന്നു. പിന്നീട് അവരുടെ സംഭാഷണത്തിനിടയിൽ എന്റെ നേർക്ക് നന്ദനയുടെ നോട്ടമാണ് എന്നെ ഞെട്ടിൽ നിന്ന് ഉണർത്തിയത്. എന്തോ അവളുടെ ആ നോട്ടത്തിൽ ഞാൻ ഒന്നുമല്ലാതായി പോകുന്ന പോലെ തോന്നി. പിന്നീടുള്ള രാത്രികളിൽ ആ നോട്ടം കുറെ നേരത്തെ എന്റെ ഉറക്കത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്നു. ഉള്ളിൽ നിന്നും എന്തോ കൊത്തിവലിക്കും പോലെ. നടന്നതെല്ലാം അപ്രതീക്ഷിതമായിരുന്നെങ്കിലും ആ സംഭവത്തിനു ശേഷം അവൾ എന്നിൽ ഒന്നുകൂടെ ആഴ്ന്നിറങ്ങി. അപ്പോഴും അവൾ എന്നെ വെറുമൊരു വായിനോക്കിയായി കാണുമോ? അവളുടെ ഫ്രണ്ട് എന്തായിരിക്കും എന്നെക്കുറിച്ച് അവളോട് പറഞ്ഞിട്ടുണ്ടാവുക എന്നിങ്ങനെയുള്ള ചിന്തകൾ അവളുടെ മുൻപിൽ പോകുന്നതിൽ നിന്നും എന്നെ പിന്തിരിപ്പിച്ചു. ആ സംഭവത്തിന് ഒരാഴ്ചക്കിപ്പുറം രാവിലെ തൂങ്ങിയിരുന്ന എന്നെ പിടിച്ച് കസിനെ കോളേജിൽ കൊണ്ടാക്കുന്ന ജോലി ഏൽപ്പിച്ച അമ്മ. അവിടെത്തും വരെ അവളുടെ സംസാരത്തിന് പതിവിന് വിപരീതമായി ഞാൻ നൽകിയ ഒഴുക്കൻ മറുപടികൾ കേട്ട് കോളേജ് എത്തി ഇറങ്ങിയപ്പോൾ അവൾ, എന്താ മോനെ, ആകെ ശോകമാണല്ലോ, ഒരു നിരാശാ കാമുകന്റെ മണമടിക്കുന്നു എന്ന് പറഞ്ഞ ഇനി മുഖത്ത് നിന്ന് എന്തേലും അവൾ കത്തിയാ തീർന്നു എന്റെ കാര്യം എന്നറിയാവുന്ന കൊണ്ട് ഉറക്കപ്പിച്ചിൽ എന്ന പോൽ, മനുഷ്യൻ പോപ്പ് ഗാനങ്ങളാണോ പെണ്ണെ പാടുക, പോയി രണ്ടക്ഷരം പഠിക്കടി എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെയാണ് പുറകിൽ നിന്നും ആരോ അവളുടെ പേര് വിളിച്ചത്.
കിക്കടിക്കുന്നതിന്റെ അതാരാണ് എന്ന് നോക്കി ഞാൻ കണ്ടത് നന്ദനയും അവളുടെ ഫ്രണ്ട് റോഡ് ക്രോസ് ചെയ്ത് ഞങ്ങളുടെ അടുത്തേക്ക് നടന്നെടുക്കുന്നതാണ്. മുൻപിൽ നടക്കുന്ന സത്യമാണോ എന്നറിയാൻ കണ്ണുകൾ ഒന്നടച്ചു തുറന്നപ്പോഴേക്കും അവർ അടുത്തെത്തി എന്റെ കസിനുമായി കത്തിവെച്ച് തുടങ്ങിയിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടും ഞാൻ പോകാതെ നിൽക്കുന്ന കണ്ട് എന്റെ കസിൻ, ചേട്ടൻ പോകുന്നില്ലേ? ഞങ്ങൾ പോകുക, പിന്നെ കാണാം എന്ന് പറഞ്ഞപ്പോൾ പതിയെ ഹെൽമെറ്റ് ഊരി ശരി ഇനിയും കാണാം എന്ന് പറഞ്ഞ് അവരെ ഒന്ന് നോക്കി ചിരിച്ചു പോരുമ്പോൾ ഇടിവെട്ടേറ്റ പോലെ നന്ദനയും ഫ്രണ്ട് നിൽക്കുന്നത് മീറ്റിൽ കാണുമ്പോൾ മനസ്സിൽ ഞാൻ തുള്ളിച്ചാടുകയായിരുന്നു. പിന്നീട് ആ സന്ദർശനം പതിയെ സ്ഥിരമായി. ആദ്യമാദ്യം നന്ദന നോക്കുക പോലും ഇല്ലായിരുന്നെങ്കിലും പതിയെ ഞാനും ആ മനസ്സിൽ കൂടുകൂട്ടി തുടങ്ങിയിരുന്നുവെന്ന് എനിക്ക് എന്നിൽ നിൽക്കുന്ന ആ വലിയ കണ്ണുകളിൽ നിന്ന് മനസ്സിലാക്കി. എന്റെ കസിനും അവളുടെ ഫ്രണ്ടും ഇല്ലാതിരുന്ന ഒരു ദിവസം എന്നോട് നന്ദന പ്രണയം പറയുമ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. പക്ഷേ അവൾക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബന്ധം സീക്രട്ട് ആയിരിക്കണമെന്ന്. കൂടെയുള്ള എന്റെ കോളേജ് വിസിറ്റ് അവളുടെ ഫ്രണ്ടിലും എന്റെ കസിനിലും സംശയമുണർത്തി. എങ്കിലും നന്ദന അങ്ങനെയൊന്നുമില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞത് അവരുടെ സംശയത്തെ ലഘൂകരിച്ചു. പിന്നെ ഞാൻ അവളെ നോക്കുന്നു എന്നതായി അവരുടെ ധാരണ. പ്രണയത്തിന്റെ മാധുര്യത്തിൽ വർഷങ്ങൾ കടന്നുപോയി. കണ്ണുകൾ കൊണ്ടുള്ള പ്രണയത്തിനപ്പുറം ഫോൺ കോളുകളിലേക്കും ഇടക്കുള്ള കൂടിക്കാഴ്ചകളിലേക്കും ഞങ്ങളുടെ പ്രണയം വളർന്നു. ഇതിനിടെ പലവട്ടം എന്റെ വീട്ടിൽ പിടിക്കുമെന്ന അവസ്ഥ വന്നെങ്കിലും നന്ദുവിന്റെ ഭാഗം അവൾ ക്ലിയർ ആക്കി തന്നെ നിന്നു. അതിനിടയ്ക്കാണ് ഞാൻ ജോലി ലഭിച്ച് ചേട്ടന്റെ അടുത്തേക്ക് പോകുന്നത്. എനിക്കും നല്ലൊരു ജോലി കിട്ടിയതിനു ശേഷം അച്ഛനും അമ്മയും ഏട്ടത്തിയും വന്നു ഞങ്ങളുടെ അടുത്തേക്ക്. അപ്പോഴേക്കും പതിയെ നന്ദുവിന്റെ കാര്യം വീട്ടിൽ അറിഞ്ഞു തുടങ്ങിയിരുന്നു. നന്ദു, അടുത്ത് നിന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നൊരു ദിവസം പറഞ്ഞപ്പോൾ നമ്മുടെ കാര്യം എന്നാണ് പറയുക എന്നാണ് തിരിച്ചു ചോദിച്ചത് അവൾ. ആ വാക്കുകളിൽ നഷ്ടപ്പെടലിന്റെ ഭയം നിറഞ്ഞു നിന്നിരുന്നു. നീ ഇല്ലാതെ ഒരു ജീവിതമുണ്ടോ എനിക്ക് പെണ്ണെ എന്ന് അവളെ സ്വാധീനിക്കുമ്പോൾ മൗനമായിരുന്നു മറുപടി. ഒരു ദിവസം TV കണ്ടിരുന്നിരുന്ന എന്റെ അടുത്തേക്ക് അച്ഛൻ വന്നിരുന്നു. ജോലി സംബന്ധിച്ചുള്ള സംസാരം തുടങ്ങിയപ്പോഴേ ഞാൻ അപകടം മണത്തു. എന്തെങ്കിലും പ്രധാന കാര്യം പറയാനുള്ള അച്ഛന്റെ രീതിയാണിത്. അച്ഛൻ തുടർന്നു. അപ്പോ ഞാനും അമ്മയും ആലോചിക്കുകയായിരുന്നു മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്താലോ എന്ന്. അപ്പോൾ നാട്ടിൽ ചെന്നുള്ള ചുറ്റലുകൾ കുറയ്ക്കാം. സ്ത്രീധനം എന്ന ഡിമാൻഡ് ഒന്നും വേണ്ട എന്ന് വെച്ച് ആരെയും എങ്ങനെയും എന്നല്ല. തെറ്റല്ലാത്ത ഒരു കുടുംബബന്ധം, കുട്ടിയും കുടുംബവും പെടും അതിൽ. എന്നാലേ ഒത്തുപോകാൻ സാധിക്കൂ. ജോലിയൊന്നും വേണമെന്നില്ല കുട്ടിക്ക്. ചേട്ടനും നീയും കൂടെ അപ്പോൾ അതങ്ങ് ചെയ്തേക്ക്. അച്ഛൻ റിമോട്ട് തന്ന് തോളിൽ തട്ടി നടന്നു നീങ്ങി. അച്ഛൻ പറഞ്ഞ വാക്കുകളിൽ അർത്ഥം പലതായിരുന്നു എന്ന് മനസ്സ് പറഞ്ഞു. എന്ത് വേണം എന്നല്ല, എന്താണ് വേണ്ടതെന്നാണ് കൂടുതൽ ക്ലിയർ ആക്കിയത് എന്ന് മനസ്സിലായി. അല്ല, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നന്ദുവിനെ വേണ്ട എന്ന്. പിറ്റേന്ന് എന്തും വരട്ടെ എന്ന് കരുതി ബ്രേക്ക്ഫാസ്റ്റിനിടയിൽ നന്ദുവിന്റെ കാര്യം തുറന്നു പറഞ്ഞു. ചെറിയ സൂചന ഉണ്ടായിരുന്നതിനാൽ പൊട്ടിത്തെറി ഉണ്ടായില്ല. പക്ഷേ നോക്കാം എന്നോ ഒന്നും അവർ പറഞ്ഞില്ല. പതിയെ ഞാൻ മനസ്സിലാക്കി അന്ന് അച്ഛൻ പറഞ്ഞതെല്ലാം എല്ലാവരുടെയും കൂടെയുള്ള വാക്കുകളായിരുന്നു എന്ന്. പോകെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയും നന്ദുവിന് കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങുകയും ചെയ്തു. ടെൻഷൻ ഞങ്ങൾക്കിടയിലേക്കും പടർന്നു. വീട്ടിൽ എല്ലാവരും പതിയെ ബ്രെയിൻ വാഷ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു. ഏട്ടന്റെ കൂടെ അന്ന് നേരത്തെ ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് എനിക്കത് മനസ്സിലായതെന്ന് മാത്രം. ആ അരമണിക്കൂറിൽ ഒരു വട്ടം പോലും നന്ദുവിനെ ഉപേക്ഷിക്കാൻ ഏട്ടൻ പറഞ്ഞില്ല. മറിച്ച് ഏട്ടൻ പറയാനുണ്ടായിരുന്നത് അച്ഛനും അമ്മയും സെലക്ട് ചെയ്ത കുട്ടിയെ വിവാഹം കഴിച്ചാലുള്ള ഗുണങ്ങൾ ആയിരുന്നു. ഏട്ടത്തിയോടുള്ള അച്ഛന്റെയും അമ്മയുടെയും മനോഭാവം, ഏട്ടത്തിയുടെ വീട്ടുകാരിൽ നിന്നുള്ള സാമ്പത്തികമായുള്ള സഹായങ്ങൾ, കുടുംബങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമ. ഏട്ടൻ ന്യായങ്ങൾ പലതായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതി ജീവിതം നിന്റേതാണ്, തീരുമാനവും നിന്റേതാകണം എന്നുകൂടെ പറഞ്ഞ് ആ സംസാരം അവസാനിപ്പിച്ചു ഏട്ടൻ. ഏട്ടന്റെ കൂടെയുള്ള ആ അരമണിക്കൂറിൽ ഞാൻ മൂകനായിരുന്നെങ്കിലും ആ വാക്കുകൾ എന്നിൽ സ്വാധീനം ചെലുത്തി എന്നതാണ് സത്യം. അകാരണമായി കാർമേഘങ്ങൾ എന്റെ മനസ്സിൽ നിറഞ്ഞു തുടങ്ങിയിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ മനസ്സ് നടന്ന തൂക്കിനോക്കലുകൾക്ക് ഏട്ടന്റെയും അച്ഛന്റെയും വാക്കുകൾക്ക് തൂക്കം കൂടി ആ തട്ട് താഴുകയും നന്ദുവിന്റെയും എന്റെയും ബന്ധത്തിന് ത്രാസ് ഭാരം കുറഞ്ഞ് പൊങ്ങി നിൽക്കുകയും ചെയ്യാൻ തുടങ്ങി. തൽഫലമായി ഒരാഴ്ചത്തെ ഗ്യാപ്പിന് ശേഷം നന്ദുവിനെ കോൾ ചെയ്യുമ്പോൾ പറയേണ്ട വാക്കുകളൊക്കെയും സ്ക്രിപ്റ്റഡ് ആയിരുന്നു. ഒരാഴ്ചയ്ക്കപ്പുറം വിളിക്കുന്നത് കൊണ്ട് പരാതിയും പരിവവും പ്രതീക്ഷിച്ച എന്റെ കണക്കൂട്ടുകളൊക്കെ തെറ്റിച്ച് ആ പറയൂ എന്നവൾ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പതറി. വാക്കുകൾക്കായി പരന്ന എന്റെ അവസ്ഥയെ വിരാമമിട്ട്
എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് നന്ദു സംസാരിക്കാൻ തുടങ്ങി. ഒരേ ജാതിയൊക്കെ ആയതിനാലും മറ്റു നമ്മുടെ കാര്യത്തിൽ തടസ്സങ്ങൾ കുറവാകുമെന്നായിരുന്നു എന്റെ ധാരണ. നമുക്ക് പിരിയാം മാഷെ. എല്ലാവരെയും വെറുപ്പിച്ച് നമ്മുടെ ജീവിതം പണിതുയർത്തേണ്ട. ഇനി പരസ്പരം കോണ്ടാക്ട് ചെയ്യേണ്ട. ഗുഡ് ബൈ. നന്ദന, ഞാൻ എന്ന് പറയുമ്പോഴേക്കും കോൾ കട്ടായിരുന്നു. തിരിച്ച് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴേക്കും അവൾ എന്നെ ബ്ലോക്ക് ചെയ്തിരുന്നു. തരിപ്പായിരുന്നു കുറെ ദിവസത്തേക്ക്. കാരണം അവളുടെ വീട്ടിൽ ഞങ്ങളുടെ ബന്ധം അംഗീകരിക്കുമെന്ന് ഉറപ്പ് ഞങ്ങൾക്ക് രണ്ടാർക്കും ഉണ്ടായിരുന്നു. എന്റേത് മാത്രമായ തെറ്റുകളാണ് ആ ബന്ധം അവിടെ അവസാനിപ്പിച്ചത്. പരസ്പരം പഴിചാരെ തേപ്പ് എന്ന ടാഗ് എനിക്ക് നൽകാതെ മാന്യമായ രീതിയിൽ പക്വതയോടെ നന്ദന ആ ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നു. വിഷമമുണ്ട് എങ്കിലും ആ അവസാനം എന്നെയും സമാധാനിപ്പിച്ചു. ഒരു പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചവ പറഞ്ഞാൽ ബ്രേക്കപ്പ് നടന്നിരുന്നേനെ. എങ്കിലും ഇങ്ങനെ ആകുമായിരുന്നില്ല അവസാനം. കാരണം അവൾ തിരിച്ചു ചോദിച്ചാൽ ഒഴിവ് പറയാൻ ഒരു വ്യക്തമായ കാരണം പോലും ഉണ്ടായിരുന്നില്ല എന്റെ. അധികം വൈകാതെ അച്ഛനും അമ്മയും സെലക്ട് ചെയ്ത കുട്ടിയുമായി എന്റെ നിശ്ചയം കഴിഞ്ഞു. പതിയെ ജീവിതം നോർമലായി തുടങ്ങി. തിരക്കൊഴിഞ്ഞ് തിരിച്ചു ജോലിയിലേക്ക് കയറിയതിന് കുറച്ചു ദിവസങ്ങൾക്കു ശേഷമാണ് നന്ദനയുടെ വിവാഹം കഴിഞ്ഞ കാര്യം എന്റെ കസിൻ പറയുന്നത്. തലച്ചോറിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. ആ നിമിഷം ഓർമ്മയുടെ വേലിയേറ്റത്തിൽ പെട്ടറിഞ്ഞ കുറച്ചു ദിവസങ്ങൾ. നഷ്ടബോധം, തിരിച്ചറിവ്, നെഞ്ചിലെ നീറ്റൽ, ഇതൊക്കെ അനുഭവിക്കുന്നിടയിൽ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്യാതെ വെച്ചിരുന്ന നന്ദനയുടെ ഫോട്ടോ നോക്കിയപ്പോൾ, ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിനക്കെന്ത് അവകാശം? നിന്റെ തെറ്റുകളല്ലേ അവളെ നിനക്ക് നഷ്ടമാക്കിയത്. ഈ ദിവസങ്ങൾ നീ അനുഭവിച്ചതിന്റെ എത്രയോ മടങ്ങ് നീ വിളിക്കാതിരുന്ന ഒരാഴ്ച അവൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം. നിന്നെ ഒരു വാക്കിലൂടെ പോലും പഴിക്കാതെ എല്ലാം നിർത്താം എന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൽ ആർത്തിരമ്പിയ കടൽ. അവളുടെ വാക്കുകളിൽ നിന്ന് നീ അറിയാതിരിക്കാൻ എത്ര ശ്രമിച്ചിരിക്കും അവൾ. എല്ലാം അവസാനിപ്പിക്കുന്നതിന് ശേഷം വെറുതെ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നീ എങ്ങനെയെങ്കിലും ഒന്ന് വിളിക്കും എന്ന് എത്ര പ്രതീക്ഷിച്ചിരിക്കും അവൾ. ബ്രേക്കപ്പ് ആയതിനു ശേഷം വൈകാതെ തന്നെ നിന്റെ നിശ്ചയം അറിഞ്ഞപ്പോൾ അവളുടെ നെഞ്ച് എത്ര നീറിയിട്ടുണ്ടാകും. ഇല്ല, നിനക്ക് അവളെ ഓർത്ത് കരയാനുള്ള അർഹതയില്ല എന്ന് മനസാക്ഷി പറയുന്ന പോലെ തോന്നി എനിക്ക്. പിന്നീട് നനവോർന്നൊരു ഓർമ്മയായി മനസ്സിൽ ഒളിപ്പിച്ചു നന്ദനയെ. വർഷങ്ങൾക്കിപ്പുറം അവൾ എന്റെ മുൻപിൽ നിൽക്കുമ്പോഴും കാലത്തിന്റെ ഒഴുക്കിൽ ഞങ്ങൾ വെറും അപരിചിതർ മാത്രം. ഒരു പുഞ്ചിരി പോലും പരസ്പരം കൈമാറാൻ പറ്റാത്തത്ര അപരിചിതർ. ഏട്ടാ, മോൾ ഉറങ്ങിപ്പോകും, തിരിച്ചു വീട്ടിലേക്ക് എന്ന ലേഖയുടെ സ്വരമാണ് ഓർമ്മകളിൽ നിന്നും ഉണർത്തിയത്. ഒരു വട്ടം കൂടി അവസാനമായി നന്ദന നിന്നിടത്തേക്ക് കണ്ണുകൾ ഓടിച്ചുകൊണ്ട് ആ പോകാം, അതാണ് ശരി എന്ന് പറഞ്ഞ് എന്തെന്ന് നോക്കിയ ലേഖയുടെ കയ്യിൽ നിന്നും മോളെ വാങ്ങി വിപരീത പാതയിൽ നടന്നു നീങ്ങി. അവരറിയാതെ അവർ നടന്നു നീങ്ങുന്ന ഒരു വട്ടം കൂടി നോക്കി നെടുവീർപ്പോടുകൂടി അവൾ അവളുടെ ഹസ്ബൻഡിന്റെ കരങ്ങൾ ഒന്നുകൂടി മുറുകെ പിടിച്ച് തിരിഞ്ഞു നടന്നു.